രാത്രി ഉറക്കൊഴിച്ച്. ഹലോ നീക്കേ, ബാംഗ്ലൂർ വണ്ടി വന്നോ? ബാംഗ്ലൂർ വണ്ടിയാ, ചെന്നൈ വണ്ടി മതിയാ. വാ, പണി കഴിഞ്ഞിട്ട് വന്ന് നോക്കി നോക്ക്. എല്ലാം ശരിയായില്ല അല്ലേ? ആ, കണ്ണി കണ്ട പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അണ്ണി കണ്ട പണിയാ? അല്ല, കണ്ണില് കണ്ട പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. പെയിന്റ് ഒന്നും ഉണങ്ങാണ്ടാവും കുറച്ച്. ഇല്ലല്ലേ, ഉണങ്ങിയോ? 4500. 4500? ആ, സുധിയേട്ടനോട് പറഞ്ഞില്ലല്ലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണമെന്ന്. ആണോ? സുധിയേട്ടനാടാ? സുധിയേട്ടൻ ടൗണിൽ പോയി. എന്തേലും ഇപ്പം അത്രയും പൈസയൊന്നുമില്ല. ആ, അത് കുഴപ്പമില്ല, എല്ലാം കൊടുക്ക്. ഇതിപ്പോ 3500 ഇല്ലല്ലോ. ആണ്ടെന്നാ ബാക്കി പിന്നെ കൊടുത്താൽ പോരെ. ആയിക്കോട്ടെ. എല്ലാരും ഒരു സ്ഥലത്തേക്കല്ലേ പോകുന്നേ? ഇത് എന്ത് കപ്പാ? വോളിബോൾ. നിങ്ങ ഇപ്പൊ എവിടുന്നാ വരുന്നേ? ഡൽഹിന്നാ? അപ്പൊ ഇത് എന്തിന്റെ കപ്പാ? വേൾഡ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ്. വേൾഡ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ്. ലോകകപ്പാ വോളിബോളില്? ആന്ന്. നിങ്ങ ഏത് ടീമിനെ തോപ്പിച്ചേ? ഇംഗ്ലണ്ടിന്. ഇംഗ്ലണ്ടിനോ? സാറേ, ഇതൊന്നിട്ട് വാർത്തയിലൊന്നും കണ്ടിട്ടില്ല. അതിന് അവർക്ക് ഈ പാവം പിടിച്ച കളിയിൽ എന്ത് താല്പര്യം? നിങ്ങളിപ്പം കൂട്ടാനും വന്നില്ല? ആര് വരാൻ? റിസർവേഷൻ പോലും കിട്ടിയില്ല. ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറിയാ ഞങ്ങൾ പോകുന്നത്. ഈ പിള്ളേരെ മേത്തെ ചെളി കണ്ടില്ലേ താഴെ കിടന്നുറങ്ങിയന്റെ? അത് കഷ്ടം തന്നെയാണ്. ഇവര് ഇന്ത്യക്ക് വേണ്ടി തന്നെയല്ലേ കളിച്ച്. പക്ഷേ ഇത് ക്രിക്കറ്റ് അല്ലല്ലോ. ആന്തേ ഇവിടെ ക്രിക്കറ്റ് മാത്രം മതിയാ? പിടിച്ച ബോള്, പിടിക്കാത്ത ബോള്, എറിഞ്ഞ ബോള്, എറിയാത്ത ബോള്, പിന്നെന്നാ ഗ്രൗണ്ടിന്റെ വടക്കേ കിഴക്കേ മൂലയിൽ വീണ അതിനും അവാർഡ്. എന്തെല്ലാം അവാർഡാണ് ക്രിക്കറ്റില്. ക്രിക്കറ്റ് ഒക്കെ സെലിബ്രിറ്റി കളിയില്ലേ? സാറേ, സാറിന് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? എന്തിന്? അതെല്ലാം പറയാ. സാറിന്റെ കൂടെ നിൽക്കുവാ. ഓ, അതെ, എന്റെ ബാക്കിൽ വന്നാ മതി. എന്താണ്? എന്റെ ബാക്കിൽ വന്നാ മതി. ആയിക്കോട്ടെ. എല്ലാരും വന്നേ. അല്ല എടുത്തേക്കാം, എല്ലാരും കൂടി എടുത്തേക്കാം. ഹലോ കേറി. ആൻസി തുടങ്ങിക്കോ. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. മീര ഫോട്ടോ എടുത്തിനാ? ഇല്ല. റിപ്പോർട്ട് ചെയ്യണ്ട, പെട്ടെന്ന് പോയി നിനക്കൊരു സല്യൂട്ട് ഉണ്ട്. അല്ലാതെ പിന്നെ ഓരോടെല്ലാം എന്തെന്നാ ചെയ്യല്? അത് അപ്പൊ നീ എന്റെ വീഡിയോ എടുത്തിനോ? ഇല്ല. എന്റെ മോളെ, നീ എന്റെ വീഡിയോ എടുക്കണ്ടേ? ആ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ട് നോക്കും മാരണ വൈറലാട്ടിയത്. ആണോ? ആ, അപ്പൊ ഇതൊന്നും അറിയില്ല അല്ലേ? എന്തെല്ലായാലും നാസിൽക്ക ആ പിള്ളേരെ സന്തോഷം ഒന്ന് കാണണ്ട തന്നെയായിരുന്നു. ഞാനില്ല ശാന്തപ്പ, എല്ലാം ഉണ്ടാവില്ല. അച്ചുകുട്ടനാ? എന്നെ വിട്ടേക്കാൻ എല്ലാ പ്രാവശ്യം എന്നെ തന്നെ ശാന്തേട്ടാ, അച്ചുകുട്ടാ, ഏഞ്ചലെ, നിന്റെ ചെറിയ ചെല്ലാം പോയാ? കുറച്ച് ദിവസം പോയി. എടാ ചക്കക്കുരു, നിന്റെ മോന്ത എപ്പോ ഇങ്ങനെ കോർപ്പിച്ചിട്ട് തന്നെയാ? പിന്നെ അതൊക്കെ അപ്പളേ മാറ്റിയില്ലേ? നോക്കിയേ, ഇപ്പൊ മതിയായി. നിങ്ങൾ ആരും പോണ്ട കേട്ടോ, ഞാൻ ഒരാളെ നിൽക്കണം. ആയിക്കോട്ടെ. പിന്നെ മേജറിനെയും കൊണ്ട് ഓട്ടം പോകാൻ വേണ്ടിട്ട് നല്ല അധ്വാനത്തിലെ വന്ന് ആണ്ടറാ ഇന്റെ അധ്വാന നാളെ രാവിലെ വരെ എന്ത് ചെയ്യാനാ? എന്താ സാറേ, നീ നൈറ്റിൽ ഓടുന്നുണ്ടോ? ഓടുന്നുണ്ട് സാർ.
നിങ്ങൾക്ക് കാർഡുണ്ടാ? കാർഡുണ്ട് സാറേ. കാർഡില്ലാണ്ട് ആരും കൂടുന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ഓടിയാൽ മതി. ശരി സാറേ. പിന്നെ ആ പാവാട ഷാജി വരുള്ളാന്ന്. ഓ എല്ലാവരോടും ഒന്ന് ശ്രദ്ധിക്കാൻ പറ. പറയാം സാർ. ആ ശരി, നീ പോ. നിർത്ത് ഓന്നാർത്ത് പണിയെടുക്കുന്നത്. ഇത് കേരള കോൺഗ്രസ്, ഇത് ലീഗ്, അപ്പൊ കോൺഗ്രസിന്. എടാ സാറേ, നീ നൈറ്റിൽ ഓടുന്നുണ്ടടാ? സാറേ നിനക്ക് കാർഡുണ്ടാ? ഇല്ല. ഇല്ലേ? എന്നാ ശേഷം ഒന്ന് ഒപ്പിട്ട് ഓടിയാൽ മതിയേ. പോവാ. ഞാനെന്ത് ചെയ്യാളെ അച്ഛന, ഞാൻ ഒപ്പിട്ട് ചെയ്യാതെ ക്ലാസ് കയറ്റൂല. GD പെൻഡിങ് ഒന്നും ഇല്ലല്ലോ? ഇല്ല സാർ. സാറിന്റെ മോനായതുകൊണ്ടാ ഒരു 4 പ്രാവശ്യം എന്റെ കൈ കിട്ടിയതല്ലടാ. അവന്റെ കയ്യിൽ കുറെ പന്നിപ്പടക്കം ഉണ്ടെന്ന്. ഇഷ്ടമുള്ള സമയത്തൊക്കെ അവൻ പൊട്ടിക്കുന്നു. ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ടൊരു ഭീഷണി. സാറേ ഞാൻ പൊക്കോട്ടെ. നല്ല സൗണ്ടിൽ പൊട്ടിക്കടാ. ഓൺലൈൻ പടക്കമല്ലേ? പൊട്ടിക്കേ. സൂക്ഷിച്ചോട്ടെ, എപ്പോഴാണ് ഇവൻ ലൈവ് പോകണമെന്ന് പറയാൻ പറ്റില്ല. സാർ ഒരു കാര്യം ചെയ്യും. എന്താ സാർ? എന്താ അവിടെ കൂടി. ഇവൻ എന്തായാലും സ്പീഡൊന്നും കുറക്കാൻ പോകണില്ല. ഒരു ബെസ്റ്റ് പരിപാടി ഉണ്ട്. നല്ലൊരു തുകക്ക് ഇവൻ അങ്ങോട്ട് ഇൻഷുർ ചെയ്യും. എന്നിട്ടേ ഒരു സൂപ്പർ ബൈക്കും മേടിച്ചു കൊടുക്കും. ഒരു 390cc ആയിക്കോട്ടെ. മാക്സിമം പോയാൽ 2 മാസം. ഇവന്റെ ബോഡിയും കിട്ടും, നല്ലൊരു തുകയും കിട്ടും. എങ്ങനെയുണ്ട്? ചെല്ലി പൊട്ടിക്കടങ്ങട്. നല്ല സൗണ്ട്. സാറേ, പുറത്തൊരു സായിപ്പ് വന്നിട്ട് കുഴപ്പാക്കുന്ന ഹർത്താലി പറഞ്ഞിട്ട്. ഹർത്താലിന്റെ ഫോട്ടോ എടുക്കണം പോലും. സായിപ്പ്? സായിപ്പ് എവിടെന്ന്? അറിയില്ല. പുറത്തേക്ക് വിളിക്ക്. സായിപ്പേ, ഹലോ. ഇംഗ്ലീഷ് പറയേണ്ടി വരുമല്ലേ? Hello, officer. My name is Roderick. Where are you from? I'm from La Chapaca. La Chapaca? Yep, it's in Alabama. Alabama. Alabama, I know. What is the purpose of visit? Actually, Kannur is very famous for hartal. So, I would like to visualize all the sequence. സാറേ, നമ്മളെ കണ്ണൂർ ഹർത്താൽ വേൾഡ് ഫേമസ് ആണല്ലേ? No more hartal in Kannur. Only സമാധാനം. Peace. What piece? Peace. Hey, no peace. Only one piece. സമാധാനം. But hartal is the first show. Hartal is not festival. Onam, Vishu is festival. See, festival. You go to Bekal Kota പറഞ്ഞു. Bekal Fort is a famous tourist place in Kasaragod district. സായിപ്പേ. Okay, nice. Thank you. ഇവരുടെയൊക്കെ വിചാരം കണ്ണൂർ എന്ന് പറഞ്ഞ ഹർത്താൽ എന്നാണ്. ഇവിടെ എത്രയോ നല്ല കാര്യങ്ങൾ നടക്കുന്നത്. എന്ത് നല്ല കാര്യവും സാറേ. നിങ്ങളൊക്കെ ഈ നാട്ടിൽ ചീത്തപ്പേരുണ്ടാക്കണത്. Bye, officer. സാറേ ഇത് നോക്കറാ, ഓർലൊപ്പിട്ടിനി. ഒപ്പിട്ട് കഴിഞ്ഞില്ല സാറേ. ഇത്രയും പൈസ ഇവനേത്? നൂജന സാറേ. എന്താടോ ഇത്? 10-20 പേജ് ഇനിയും ബാക്കിയുണ്ട് സാറേ. ഒരു പുസ്തകം കൂടി ഉണ്ട്, അതും കൂടി ഇട്ടിട്ട് ഞാൻ പോയിക്കോളാം. അയ്യോ, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഓക്കെ. നമുക്ക് തിങ്കളാഴ്ച തന്നെ ഞാൻ വിളിക്കാം. ഇതെടുക്കണേ ചേച്ചി. അയ്യോ വേണ്ട, അത് പൂജന്റെ സാധനങ്ങളാണ്. മോള് സ്റ്റാൻഡില്. ഞാനെടാ ചന്തപ്പുരയിലാ? എന്നാ മോളെ എനിക്കൊരു ഉപകാരം ചെയ്യാം. എന്തിന്? മോളിലൊരു അമ്മ താമസമുണ്ട്, നടക്കാനൊന്നും പറ്റൂല. അവരെനിക്ക് സാധനം മേടിക്കാനൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. മോളൊന്ന് ഇവിടെ എത്തിക്കോ. എന്നാ ശരി, ഞാൻ ലിസ്റ്റ് എടുത്തിട്ട് വരാം. മോളെ എത്രയാ മോളെ? 30. ഓൺലി 30. വീട് ഒരുത്തനുണ്ടായിനി, ഓനിപ്പോ കാറിലേക്ക് മാറി. അതുകൊണ്ടാ. അപ്പൊ പൈസയോ? ഏയ് പൈസ ഒന്നും വേണ്ട. അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ അമ്മക്ക് അക്കൗണ്ട് അവിടെ ലിസ്റ്റ് കൊടുത്താൽ മതി. ചേച്ചി ആ പാലത്തിന്റെ അടുത്ത് ബ്ലോക്ക് ഉണ്ടാ? ആടെ ബ്ലോക്കാണ്. ഇതിപ്പൊ എന്നെ വേണ? തിരക്കൊന്നുമില്ലാന്ന്. നാളെ ഓട്ടോ പോകുമ്പോ ഇവിടെ ഇറക്കി തന്നാ മതി. നിങ്ങളെ പേരെന്നാ? എന്റെ പേര് കുഞ്ഞമ്പു. ലിസ്റ്റിന്റെ അടിയില് എന്റെ നമ്പർ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോ. ഞാൻ വിളിക്കാം. ഇനി രാവിലെ പണിയൊന്നുമില്ലേ? അതുണ്ടല്ല, ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അല്ല, ഓട്ടോറിക്ഷക്കാർക്ക് എന്തിനാ ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിലല്ലേ അത് ഇടാണ്ട് എനിക്ക് തിരിക്കാൻ പറ്റൂ. ഓ, ഒരു 10 മിനിറ്റ്. ഇപ്പൊ ശരി. സുധിയേട്ടാ, ഇവനെ എയറടിച്ച് നിങ്ങളെ ടയർ മിക്കവാറും പൊട്ടിക്കൂട്ടാ. ഇതെന്റെ ടയറാ.
അന്റെ അല്ലടാ, അതെനിക്ക് ആവശ്യമുള്ള. ഓ തന്നോളാം. അതെ, നമുക്കൊരു ആരോഗ്യ കഞ്ഞി കുടിച്ചിട്ട് വന്നാലോ? ഈ മാസിലേലിങ് പുറത്തേക്ക് വരട്ടല്ല. അത് സൂപ്പർ. ആ എന്താ നിങ്ങൾ സിനിമ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ നിങ്ങൾ നായകനായിട്ട് വേണം, എനിക്ക് നിങ്ങളെ നായികയായിട്ട് അഭിനയിക്കാൻ. സുധീട്ടാ ഒന്ന് നോക്കിയേ, എങ്ങനെയുണ്ട് നായകനും നായികയും? നന്നായിട്ടുണ്ട്. വടക്ക് നോക്കിയ യന്ത്രം സെക്കൻഡ് പാർട്ട്. ഏട്ടാ എന്തേ നിങ്ങളൊന്നും കഴിക്കില്ല? നല്ല ചോദ്യം. നമ്മൾ കുടിച്ച പൈസ എങ്ങനെ നമുക്ക് കിട്ടും? നമ്മളില്ലെങ്കിലേ ഓരോ കഞ്ഞൂടി മുട്ടും. ഒറ്റക്കെട്ട കഞ്ഞിയും കളരി. അതെ, നമുക്ക് അതിനകത്തൊന്ന് കഴിക്കാലോ. എന്തിന് ഇതൊക്കെ തട്ടിപ്പാന്ന്? കാരാട്ടയാണ് ബെസ്റ്റ്. അതിലെന്താന്നറിയില്ല, ഒരു റുക്കണ്ടല്ലേ കൂടക്കപ്പാ. அண்ணே நீங்க கிணத்துல வந்ததுக்கு காரணம் அந்த பொண்ணு தான். அந்த பொண்ணா? പൈസ കൊടുക്കൂലേ? ആരാ? നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ കഞ്ഞുടിക്കാൻ വന്ന അപ്പൊ ഒന്ന് കാണാൻ. ഓ ആയിക്കോട്ടെ. അല്ല ഇവിടെ കഥകളി എടുപ്പിക്കുക. കഥകൾ കളരി ഏതാ സ്റ്റൈല്? തെക്കനാ വടക്കനാ? കണ്ടാ മനസ്സിലാവോ രണ്ടും? അല്ല ഞാൻ കരാട്ടയാ. ഇത് പഠിക്കണമെങ്കിൽ എപ്പോ മുതലാ പഠിക്കണ്ടേ? 7-8 വയസ്സിൽ പഠിക്കുന്നതാ നല്ലത്. ആ പ്രായത്തിൽ നല്ല മെയ്വഴക്കുണ്ടാവും. പിന്നെ മനസ്സുണ്ടെങ്കിൽ ആർക്കും ഏത് പ്രായത്തിലും പഠിക്കാം. ഇനി മോള് പോയി പ്രാക്ടീസ് ചെയ്തോ. അടുത്താളോ ജാനി. ടെമ്പറില്ലല്ലോ. ഇതാണ്ടാ കട്ട കണ്ട കട്ട. അത് പോരാ, ഇത് കാരാട്ടാണ് കാരാട്ട. മോളൊന്നും അങ്ങോട്ട് മാറി. ഇതെന്തൊരു സോഫ്റ്റ് ആണ്, പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടല്ലോ. നമുക്ക് ശരിയാക്കാം. നിങ്ങൾക്ക് കരാട്ട പഠിച്ചൂടെ? ഈ കളരിയൊന്നും അപ്പോ ഇനി മേലാൽ അനുവാദമല്ലാണ്ട് ഒരാളെ മേത്ത് തുടരും. ചെയ്തോ. അതെ ഇതൊന്ന് തുറക്കുവാ. ഒന്ന് ടമ്പർ ചെക്ക് ചെയ്തതാ. എന്നൊന്ന് അയച്ചു വിടാൻ പറ പ്ലീസ്. അനി പാട്ടൊക്കെ വന്ന്? ആ എന്തേ? അതെ ഒന്നും വിചാരിക്കല്ല. ഒരു കാര്യം തന്നെ സ്വീകരിക്കോ? ഇത് എന്താണ് വിശേഷം? ഒന്നുമില്ലപ്പാ, നമ്മള് ജോർജറ്റിന്റെ പീടിയാണ് മോരുമേളം കുടിച്ചപ്പോ ചില്ലറില്ലാത്തോണ്ടെന്ന്. ഓ ഇതിപ്പോ പായസം പോലെ ആയല്ല. അതിന് ഭയങ്കര ചൂടല്ലപ്പാ. കഴിക്കണേ. ശരി ഇന്ന് മുട്ട നനക്കില്ലേ? എടാ അത് 3000 പുല്ലുമണ്ടി ഓന്റെ വണ്ടിയാടി ഉണ്ടല്ലോ. വീട്ടിൽ ആവശ്യമുണ്ടപ്പാ. ഓള് ഭയങ്കര ദേഷ്യത്തിനാണ്. നല്ലൊരു കുടുംബത്തോണ്ട് പെണ്ണിന്റെ അവസ്ഥ എന്തൊരു കഷ്ടല്ലേ. എനിക്ക് വേറെ ഭാര്യ കളിച്ചാൽ ചോന്ത അടിക്കുക നയിച്ചു വെച്ചോളും വലിയ. കണ്ണന്റെ അവസ്ഥ ഇങ്ങനെ ഉണ്ടായിനി. ഓനീന കട്ടിയപ്പറപ്പ രണ്ടുമില്ലേ ഓന് വെള്ളടില്ലേ? രണ്ടുണ്ടായിരുന്നു. അല്ല ഓനെപ്പോ വരുവാ? അത് നാസറോട് ചോദിച്ചാ പോരെ. എടാ നാസറേ. വെള്ളപ്പോ വരുവാ? 12-ാം തീയതി. 12. നല്ല സന്തോഷം ഉണ്ടല്ലോ. രണ്ടാളും നല്ല വെള്ളടിയായിരുന്നല്ലോ. ഗൾഫ് പോയോണ്ട് ഓരോ രക്ഷപ്പെട്ടു. അതന്നെ. ഈ കൂരിപ്പിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ കണ്ട നേരം. എന്റെ മോളെ ഞാനിപ്പോ നിന്നെ വിചാരിച്ചേലു. നീ എവിടെ പോയി? ഫ്ലൈറ്റ് ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ലഗേജ് വരാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുക്കും എന്തായാലും. അല്ല ഫ്ലൈറ്റ് കുറിച്ച് ഓഫ് ആയിട്ടുണ്ടോ? എയർടെല്ലല്ലേ? നല്ല ഡ്യൂട്ടി പെയ്ഡ് ആകത്തല്ലേ? അതെ കുപ്പിയിട്ടില്ലേ? കിട്ടൂലേന്നാ ഓനാണ് സ്കോച്ച് വാങ്ങിയിട്ടുണ്ടോ? എനിക്ക് ഒറ്റ വിചാരേ ഉള്ളൂ. നമ്മളെ കണ്ണാലത് പിന്നെ ഉറപ്പല്ലല്ലോ.
അങ്ങ് അറ്റത്ത് അങ്ങോട്ട് ഓർഡർ എടുക്കേണ്ടി വരാം കുറെ ആയാലും ശരിയാണ് എത്ര കാലായിട്ട് ഞാൻ മെലിഞ്ഞു പോയല്ലടാ. അതിന്റെ താടി പോയി തോന്നിയ ഓന്നൂടി ചെറുപ്പായതല്ലേ ചുള്ളലായി വാ വെട്ടിലെടുത്തിട്ട് വരാം എന്താ എന്താ എന്താണ് വേറെ എടുക്ക ഒന്നുമില്ലടാ. എന്താ ആകെ ഭാഗ്യം മാത്രമേ ഉള്ളൂ. എന്താടാ പറയടാ. എന്താ പ്രശ്നം പറ എല്ലാം പോയ ഇങ്ങനെ പിള്ളേരെ പോലെ കാര്യം പറ പറവീ അവരെന്നെ പറ്റിക്കലേനോടാ. പോട്ടെ സാരമില്ല കരണ്ട ഇല്ല ജോലിയും ഇല്ല. അല്ല മോനാ ആ സന്തോട്ടോ കണ്ണനെത്തിയാ ആ കണ്ണനെടുത്തിട്ടുണ്ട് പക്ഷെ അതല്ല കയ്യിൽ 10 പൈസ ഇല്ലാണ്ടോ വന്നിനി എന്താ കാര്യം വിസക്കൊന്നും ഒരു പ്രശ്നം പണിയൊന്നും അവിടെ ശരിയായിട്ടല്ലോ ആടുന്ന ആൾക്കാരെല്ലാം കൂടി കയറ്റി വിട്ടതാ കണ്ണൻ നിങ്ങളെ കൂടി ഉണ്ട് ഇപ്പൊ ആ ഓനിട്ടുണ്ട് അതല്ല ശാന്തട്ട പ്രശ്നം ഓനിപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയാ വീട്ടിലേക്ക് പറഞ്ഞേക്കുവാ ഓന്റെ ഭാര്യ മക്കളവിടെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ അല്ല ശാന്തട്ടാ നമ്മൾ ആശാസ്മാരക ഫണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല അത് പറ്റില്ല ആശാൻ ഫണ്ട് എടുക്കാൻ പറ്റില്ല അത് എല്ലാരും ഉള്ളതല്ലേ അത് പറ്റില്ല അത് പറ്റില്ല അല്ല പിന്നെ നേല് ഞാനും അതായി ആലോചിക്കുന്നു നമ്മളെയാണെങ്കിൽ വേറെ പൈസയും ഇല്ല അപ്പൊ പിന്നെ എന്താ ഇപ്പൊ ചെയ്യല് അത് വിടറ ഓനാ നീ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട് നമ്മളിൽ ഒരാൾ പട്ടിണി എടുക്കുമ്പോ ഓനല്ലേ പൈസക്ക് ആവശ്യം അല്ല സ്മാരകം ഉണ്ടാക്കലല്ല അത്യാവശ്യം അപ്പൊ നാക്കണ്ടേ ചാന്തട്ടാ നീ ഒരു കാര്യം ചെയ്യ് ഓനെ ദുബായിക്കാരനാക്കിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്ക് പൊട്ടിക്കട ഫണ്ട് ശരി ചാന്തട്ടാ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എത്ര നാളെ നമ്മള് കണ്ടിട്ട്. നീ എവിടെയാ എന്താ ഒരു വിവരമില്ലായിരുന്നല്ലോ. പറയാനാണെങ്കിൽ കുറെ ഉണ്ടടി, പക്ഷെ അതൊന്നും പെട്ടെന്ന് അങ്ങനെ പറയാൻ കഴിയില്ല. ആകോ പോട്ടെ. അന്നപ്പം എന്താ ഞാൻ വിളിക്കണ്ടേ? ഹസീനാണോ അനിതാന്നാണോ? ഹസീനായിട്ട് എനിക്കിടെ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അനിതയായിട്ട് ഈ വേഷത്തിൽ ഞാൻ ഇറങ്ങടി. എടി കുടിച്ചിട്ട് പോ മോളെ. അതിന്റെ സൗണ്ട് കുറയ്ക്ക്. ഇനി എപ്പോഴാ കാണാ? ഞായറാഴ്ച പൊതുവെ ഞാൻ ഓട്ടം പോവാറില്ല. നീ വിളിക്ക്. ശരി ശരി. റുബീന, എന്നെ കണ്ട കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട. സോറി, എടുത്തേക്കാ പോണ്ടേ? ട്രഷറിയിലേക്കാണ് മോളെ. ആടല്ലേ? കേറിക്കോ, ഞാൻ ആക്കി തരാം. പെൻഷൻ ദിവസമായിട്ടോ ഭയങ്കര തിരക്കുള്ള നടക്കുന്നു. കൂടെ എന്തായാലും കൂട്ടായി നീ. കൊടയോ കൊടയെടുത്ത എവിടെയെങ്കിലും വെച്ച് മറക്കും. ആരെങ്കിലും ഒപ്പരം കൂട്ടായിരുന്നു. വീട്ടിലെന്താ ആരും ഇല്ലേ? എല്ലാവർക്കും തിരക്കല്ലേ. $290. എത്ര പേര് വിളിച്ചത്? ഞാനല്ല വിളിക്കുന്നത്. ചേച്ചിന്റെ ടോക്കൺ എത്ര?
288. പേരെന്താണ്? വിലാസിനി. സാറേ ടോക്കൺ തന്നെ. സാറേ ടോക്കൺ 250 ആടി ഉണ്ടല്ലോ. ഞാൻ വിളിച്ചതാ, അയാള് പറയാനിട്ടില്ലേ. ഷോ പാവങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലപ്പാ. കേട്ടാ വരാണ്ടിരിക്കുവാ. എനിക്ക് അവനെ ഉറക്ക വിളിച്ച് ശബ്ദമൊന്നും കളയാൻ പറ്റൂല. എനിക്ക് എത്രയൊക്കെ പറ്റൂ. ഒരു പ്രായമായാലല്ലേ കുറച്ച് വെച്ചിട്ട് പറഞ്ഞൂടെ? നിങ്ങൾക്കും പ്രായമല്ലായി മുട്ടി പഞ്ഞാലും വെച്ച് കിടക്കാനില്ലേ? എന്താ മനുഷ്യന് കേൾക്കാനാണെങ്കിൽ കുറച്ച് ഒച്ചത്തി പറയും. ആ അതെന്നാ ഞാനും പറയുന്നു. മനുഷ്യന്മാർക്ക് കേൾക്കാനില്ലാണെങ്കിലേ കുറച്ച് ഉറക്കെ പറയാന്. 287. 287. ഉത്തരം. ഒരു ദിവസം നിങ്ങൾ ഇരിക്കൂട്ടാടി ഇങ്ങനെ പൊട്ടനായിട്ട്. സമയം എത്രയായി? 10:30. ആ ഇതൊരു മണിക്കൂർ പാസ്റ്റാ. 9 ആയിട്ടുള്ളൂ. തിരക്കൂട്ടല്ലപ്പാ. കേറുന്നങ്ങട്ട് മാറി കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ? നിങ്ങൾ നേരത്തെ വണ്ടി വിട്ടാലേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ചേച്ചി ഓട്ടം പോവാ? പോലെ എവിടെ പോണ്ടേ? ചേച്ചി അപ്പുറം ജംഗ്ഷൻ ഒരാൾ കയറാണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം. സമയം തീരെ ശരിയല്ല. ചേച്ചി അത് ആടെ നിൽക്കുന്ന ചെക്കനില്ലേ? ഓറഞ്ച് ടീഷർട്ട് ഇട്ടിട്ടില്ലേ? പോവാണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകുന്നതാണ് അതിന്റെ ഏറ്റവും രസമുള്ളൊരു കാര്യം. എന്ത് പറയണു? എന്റെ പേര് നീത. കേട്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM. റെഡ് ഓൺ ഡിമാൻഡ് ആണ്. ഇപ്പൊ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളുടെ എത്ര നാളായി അങ്ങനെയൊന്നുമില്ല ചേച്ചി, വെറുതെ വർത്താനം പറഞ്ഞിരിക്കാനാ. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും കറങ്ങിയാൽ മതി. എനക്കെന്താ ബുദ്ധിമുട്ട്? പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായി. നമ്മളെ സിറ്റുവേഷന് പറ്റിയ പാട്ടല്ലേ? അത് പിന്നെ കഷ്ടമുണ്ട് കേട്ടോ, നമ്മള് പാവങ്ങളല്ലേ ചേച്ചി. ടാക്സിയിലും ഇപ്പൊ പോവാൻ കഴിയില്ലല്ലേ ചേച്ചി? കൂളിംഗ് എല്ലാം എടുത്ത് മാറ്റിയില്ലേ? പുറത്തുനിന്ന് വർത്താനം പറയാന്ന് വെച്ചാല് സദാചാര കമ്പനിക്കാരുണ്ടോ, റൂം എടുക്കാന്ന് വെച്ചാല് പോലീസിന്റെ റെയ്ഡും ഒടുക്കത്തെ റെന്റും. നമ്മ പാവം പ്രേമിക്കുന്നവർക്ക് ഈ ഓട്ടയല്ലേ ഉള്ളൂ ചേച്ചി, അല്ലേ? സോറി ചേച്ചി, ആയിക്കോട്ടെ പ്ലീസ്. കുഞ്ഞുമോട്ടാ ലിസ്റ്റ് എടുത്തരാ. ആ മോളെ വണ്ടി എടുത്തിട്ടില്ലേ? ആ അടിയുണ്ട്, ആളുണ്ട്. വെയിറ്റിംഗിലാ? ആ തിരക്കൂട്ടണ്ട, എത്ര വെയിറ്റ് ചെയ്താലും പ്രശ്നമില്ലാത്തവരാ. നമ്മളെ വീൽ ചെയർ എന്ന് പറയുന്നത് സുഖം തന്നെയാ. എന്ത് സുഖം മോളെ, പണം എത്ര ഉണ്ടായിട്ട് എന്നാ വേണ്ടത്? വീൽ ചെയറിലല്ലേ പാവം. ആയ കാലത്ത് കണ്ടമാനം പൈസ ഉണ്ടാക്കിയോണ്ട് ദൈവം കുറച്ച് റെസ്റ്റ് കൊടുത്തായിരിക്കും. അങ്ങനെയാണെങ്കിലേ ആ അമ്മേരെ മക്കള് അമേരിക്കയിൽ പോയിട്ടുണ്ടാക്കുന്ന പൈസ കണ്ടാല് അവർക്ക് വീൽ ചെയർ ഒന്നും മതിയാവില്ലല്ലോ. വലിയ സ്കെച്ചറിന് വേണ്ടിയല്ല സ്കെച്ചർ, അത്രയും വലിയ പൈസയിലും ഉണ്ടാക്കുന്നു. ആ അമ്മേ, ആ തന്ന ലിസ്റ്റ് കൊടുക്കട്ടാ. വേറെ എന്തെങ്കിലും വേണോ? ഒരു പായസ പാക്കറ്റ് കൂടി കൊണ്ടുതരുവോ? എനിക്ക് വല്ലാണ്ട് പായസം കുടിക്കാൻ. പായസം കുടിക്കാൻ തോന്നുന്നു പാവം, അതും കൂടെ വാങ്ങിക്കോ. ഓ ശരി, എന്നാ പോയിക്കോ. ആളില്ലേ വണ്ടിയില്? അയ്യോ അത് സാരമില്ല, അതിനുണ്ട് ലവേഴ്സാ. അവരതിന് വേറെ സെറ്റപ്പിന് എന്തിനോ കയറിയതാ. അതിന് നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അത് ശരിയാണല്ലോ, ഞാനെന്തിനാ ഇപ്പൊ കാണിക്കുന്നത്? ഇതെന്താ ഇത്? ചേച്ചി ഷാള് ചെറുതായി നഞ്ഞിന് ആറാനിട്ടതാ. ഞാൻ ക്ലാസ്സിലാ, ഞാൻ പിന്നെ വിളിക്കാം. വെള്ളം വേണോ? വേണ്ടപ്പാ, ഇപ്പല്ലേ കുടിച്ചേ.
ഇപ്പൊ കാണിച്ചു തരാട്ടാ. എത്ര 100 റുപ്യ. 100 റുപ്യ? ആ റൂം റെന്റ് അല്ലേ? കൊണ്ടേ തിന്ന് വേണേ. ദേ വരുന്ന്. കഷ്ടമുണ്ട് ചേച്ചി, നിങ്ങൾക്ക് കാമുക ശാപം കിട്ടും, നോക്കിക്കോ.